ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു സ്വിഫ്റ്റിൻ്റെ ഫുൾ ഓപ്ഷൻ്റെ റിവ്യൂ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പലർക്കും ഈ ഒരു ബേസ് ഓപ്ഷൻ്റെ റേറ്റ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അറിയാനുള്ളൊരു താല്പര്യം കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബേസ് ഓപ്ഷൻ്റെ സ്വിഫ്റ്റ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കേച്ചർ DC പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓവറോൾ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ പഴയ രീതി തന്നെയാണുള്ളത്. മാറ്റങ്ങൾ വന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഹെഡ് ലാമ്പിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുൻഭാഗത്ത് ഫോഗ് ലാമ്പ് ഒഴിവായിട്ടുണ്ട്. ഹെഡ് ലാമ്പിൻ്റെ മാറ്റങ്ങൾ പറയുകയാണെങ്കിൽ പ്രൊജക്ടറൊക്കെ തന്നെയാണ് വരുന്നത്, പക്ഷേ അതിൽ ഹാലജൻ ടൈപ്പാണ് പ്രൊജക്ടർ വന്നത്. അതുപോലെ തന്നെ DRL എടുത്ത് ഒഴിവായിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഈ ഹെഡ് ലാമ്പിൻ്റെ ഇതിൽ കാര്യങ്ങളൊന്നും മാറ്റം വന്നിട്ടില്ല. പിന്നെ ഫോഗ് ലാമ്പിൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്, ഫോഗ് ലാമ്പ് ഇൻക്ലൂഡ് ആയിട്ടില്ല. പിന്നെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ആ ഒരു ഫുൾ ഓപ്ഷൻ അതേ രീതി തന്നെ ആണ് വന്നിട്ടുള്ളത്. പിന്നെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്കിഡ് പ്ലേറ്റും ഇതൊക്കെ നമുക്ക് ആ ഒരു വണ്ടി, അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയിലെ രീതിയിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ കീ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. നോർമൽ മാരുതിയുടെ കീ ആണ് വരുന്നത്. ഞാൻ ഇതിൻ്റെ ഹെഡ് ലാമ്പ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. അതിൻ്റെ വെളിച്ചം ഒന്ന് ഇതാണ് ഇതിൻ്റെ ഹെഡ് ലാമ്പിന് വെളിച്ചം വരുന്നത്. യെല്ലോ ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു രീതിയിൽ. പക്ഷേ രസമുണ്ട് കാണാൻ. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ LED ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇത് ഒരു ക്രോമിയം ഫിനിഷിംഗ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. പെട്ടെന്ന് കാണുമ്പോൾ ഒരു DRLൻ്റെ ഒരു അപ്പിയറൻസ് കിട്ടുമെങ്കിലും അതൊരു ക്രോമാണ്. പിന്നെ മുകൾ ഭാഗത്തേക്കുള്ള കാര്യങ്ങളൊക്കെ വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ അതേ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇനി വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, വീല് വന്നിരിക്കുന്നത് ഡ്രമ്മാണ് വീല് വന്നിട്ടുള്ളത്. അതും 14 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് പറഞ്ഞു തരാണെങ്കിൽ 165 80 14 ഇതിൻ്റെ സൈസ് വന്നത്. 15 ഫുൾ ഓപ്ഷൻ വരുന്നത്. അത് 14 കൺവേർട്ട് ആയിട്ട് അലോയ് അല്ല, ഡ്രമ്മാണ് വന്നിട്ടുള്ളത്. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിനൊന്നും മാറ്റങ്ങൾ വന്നിട്ടില്ല. പിന്നെ നേരെ പിൻഭാഗത്തേക്ക് പോകുകയാണ്. ഇൻഡിക്കേറ്റർ ഇവിടെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മിറർ ഷേപ്പൊക്കെ സെയിം ആണ്, പക്ഷേ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പുറമേ തന്നെ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ മിറർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരെ പിൻഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ബോഡി കളറല്ല ഡോർ വന്നിട്ടുള്ളത്. ബ്ലാക്ക് കളറിലാണ് ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. അത് റിയർ സൈഡിലും ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ പില്ലേഴ്സൊക്കെ സെയിം ബോഡി കളേഴ്സ് തന്നെ പില്ലറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് 163 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ പിൻഭാഗത്തേക്ക് പോകാം. നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ LED ആയിട്ടാണ് ടൈൽ ലാമ്പ് വന്നിരിക്കുന്നത്. പിൻഭാഗത്തെ കാര്യങ്ങളിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ റിവേഴ്സ് സെൻസേഴ്സ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഡീഫോഗർ ലൈനും ടോപ്പ് മൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വൈപ്പർ കുറവുണ്ട്, അത്രമാത്രമാണ് ഇതിൻ്റെ പിൻഭാഗത്തുള്ള ചേഞ്ചസ് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെ ഫുൾ ഓപ്ഷൻ അതേ രീതിയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ സ്വിഫ്റ്റിൻ്റെ ബാഡ്ജിങ്ങും അതുപോലെ തന്നെ സുസുക്കിയുടെ ബാഡ്ജിങ്ങും ഒക്കെ നമുക്ക് ഈ ഒരു വശങ്ങളിൽ പിൻഭാഗത്ത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓവറോൾ പുറമെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഹെഡ് ലാമ്പ് ഫുൾ ഓപ്ഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കാണ്, ഇതിലേക്ക് വരുമ്പോൾ മാനുവലാണ്. ഹാലജനും LED മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ DRLൻ്റെ മാറ്റങ്ങൾ. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് നോക്കുവാണെങ്കിൽ, ഡോർ പാഡ് ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഫുള്ളി ബ്ലാക്ക് ആയിട്ടാണ് ഡോർ പാഡ് വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്, പ്ലാസ്റ്റിക്കിനൊക്കെ നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഫുള്ളി ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത്. പിന്നെ 4 പവർ വിൻഡോൻ്റെ ബട്ടൺസ്, അതുപോലെ തന്നെ ലോക്ക് അൺലോക്ക് ബട്ടൺ, വിൻഡോ ലോക്കിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ മിററിൻ്റെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല. അതിൻ്റെ ബട്ടണിൻ്റെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇപ്പം എല്ലാ വണ്ടികളിലും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഡോറിൽ സ്പീക്കർ വെക്കാനൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്, സ്പീക്കർ ഇല്ല. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ആംറസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ ഉള്ളിലേക്ക് നോക്കുവാണെങ്കിൽ, ഇവിടുത്തെ ബട്ടൺ, ഇതൊരു ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഐഡിയ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. ഇത്രയും ബട്ടണുള്ളത്. പിന്നെ ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത്രയും കാര്യമാണ് ഇതിൻ്റെ ബട്ടൺസിൻ്റെ കാര്യമുള്ളത്. പിന്നെ ഇവിടെ അത്യാവശ്യം നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ബട്ടൺസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നേരെ സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല. ബാക്കിയുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ആ ലിവർ കാണുന്നത് നമ്മൾ ഈ ബാക്ക് റെസ്റ്റ് ഇൻക്ലൈൻ ചെയ്യാനുള്ള ഒരു സീറ്റ് ലിവർ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പെട്ടെന്ന് കാണുമ്പോൾ അത് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ലിവർ പോലെയാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ടെല്ലാം നല്ല രീതിയിലുള്ള സപ്പോർട്ടെല്ലാം വരുന്ന രീതിയിലുള്ള സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ നല്ല ഫീൽ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ സീറ്റൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. നല്ല സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. തൈ സപ്പോർട്ടൊക്കെ അത്യാവശ്യം തൈ സപ്പോർട്ടും അതുപോലെ തന്നെ ഹഗ് ചെയ്യുന്ന ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീല് നോർമലായിട്ടൊരു സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല. പിന്നെ എയർ ബാഗ് വന്നിട്ടുണ്ട്. എയർ ബാഗിൻ്റെ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറുഭാഗത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഞാൻ ക്ലസ്റ്റർ കാണിച്ചു തരാം. ക്ലസ്റ്റർ കാണിച്ചു തരുവാണെങ്കിൽ നോർമലായിട്ട് രീതിയിലുള്ള ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് ടോക്കോമീറ്റർ അതുപോലെ തന്നെ സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിൽ അത്യാവശ്യം റീഡിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് സീറ്റ് ബെൽറ്റ് ഉണ്ടോ, റിയർ സീറ്റ് ബെൽറ്റ് ഇടാത്തതിൻ്റെ വാണിങ്ങും ഡോർ തുറന്നു വെച്ചതിൻ്റെ വാണിങ്ങൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഫ്യൂവലിൻ്റെ ഗേജും കാണാൻ പറ്റും. ഇത് km/ലിറ്റർ ആവറേജ് മൈലേജ്, എത്ര കിലോമീറ്റർ റേഞ്ച് ഓടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നത്. അത് ഓടുമ്പോൾ മാത്രമേ ഇത് കാണിക്കുള്ളൂ. പിന്നെ ലൈറ്റ് ഇൻഡിക്കേഷൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ എല്ലാം ഇൻക്ലൂഡ് ആക്കി കൊടുത്തിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റിയറിംഗ് വീല് നോർമലായിട്ട് സ്റ്റിയറിംഗ് ആണ്, പക്ഷേ രസമുണ്ട് കാണാൻ. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഡിമ്മ് ബ്രൈറ്റ് ഓൺ ഓഫ് ഇൻഡിക്കേറ്ററൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ വൈപ്പേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്.
പിന്നെ ഇവിടെ AC വെന്റ് ഓപ്പൺ ആക്കാനും ക്ലോസ് ചെയ്യാൻ പാകത്തിനുള്ള AC വെന്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഫുള്ളി ബ്ലാക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നല്ല രസമുണ്ട്, ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്, നല്ലൊരു ഒരു എന്താ പറയുക നമ്മുടെ മാഫിയ ഫീൽ കിട്ടുന്നുണ്ട്. ഇതിലൊക്കെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ AC വെന്റും ഇവിടെ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ എയർ ബാഗ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ 6 എയർ ബാഗ് വരുന്നൊരു മോഡലാണ്. സേഫ്റ്റിയുടെ കാര്യത്തിൽ ABS, EBD, അതുപോലെ തന്നെ 6 എയർ ബാഗ്, ഒരു ചെറിയൊരു നീണ്ട നില തന്നെ ഇതിൻ്റെ സേഫ്റ്റീൻ്റെ കാര്യത്തിൽ വരുന്നുണ്ട്. പിന്നെ സെൻറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഇത് ഇൻഫോർടൈൻമെൻറ്റ് വെക്കാണ്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളൊരു ഓഫർ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. അത് ഇതിൻ്റെ സ്പീക്കർ അതുപോലെ തന്നെ ഒരു കിറ്റ് തന്നെ ഇത് അവൈലബിൾ ആയിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ സെൻറ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയും AC വെന്റ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ക്രോമിയം ഫിനിഷും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഇവിടെയും ഒരു ടെക്സ്ചർ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതവിടെ ഒരു ഗ്ലൗ ബോക്സ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ AC കൊടുത്തിട്ടുണ്ട്, മാനുവലായിട്ടുള്ള AC കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ അല്ലാത്ത രീതിയിലുള്ള AC കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബട്ടൺസൊക്കെ നല്ല രീതിയിൽ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. നേരെ താഴേക്ക് പോവുകയാണെങ്കിൽ ഇതവിടെ പവർ ഔട്ട്ലെറ്റ്, ഇവിടെ പവർ ഔട്ട്ലെറ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിവിടെ വയർലെസ് ചാർജർ ഇല്ല, വയർലെസ് ചാർജർ വെക്കാനുള്ള ഓപ്ഷനാണ്. പിന്നെ കപ്പ് ഹോൾഡർ, പിന്നെ 5 സ്പീഡ് ഗിയർ ബോക്സ്, 5 സ്പീഡ് മാനുവലും 5 സ്പീഡ് ഓട്ടോമാറ്റിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഒരു ആംറസ്റ്റ് ഒന്നും വന്നിട്ടില്ല, ഇവിടെ മാനുവലായിട്ടുള്ള ഹാൻഡ് ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു സിംഗിൾ ആയിട്ടുള്ള കപ്പ് ഹോൾഡറും പിൻഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡറല്ല, ബോട്ടിൽ ഹോൾഡർ എന്ന് വേണം പറയാൻ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ സെൻട്രൽ കൺസോളിലുള്ളത്. നേരെ മുകൾ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നോർമലായിട്ടുള്ള മിറേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ റൂഫ് ലാമ്പ് ഓഫ് ഓൺ, ഇത് നമ്മളുടെ സാധാരണ രീതിയിലുള്ള റൂഫ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വാനിറ്റി മിറേഴ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഡ്രൈവർ സൈഡിലും വാനിറ്റി മിറേഴ്സ് ഒന്നും കൊടുത്തില്ല. ഇത്രയാണ് ഇതിൻ്റെ ഓവറോൾ മുൻഭാഗത്തുള്ള കാര്യങ്ങളുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സെറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഓഫർ റൺ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഓവറോൾ പ്രൈസ് വരുന്നത് 780 ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് 50,000ഓളം ഓഫേഴ്സ് ഉണ്ട്. ഓഫേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ഒരു വലിയൊരു കിറ്റ്, അതായത് 9 ഇഞ്ച് ടച്ച് സ്ക്രീന്, അതുപോലെ തന്നെ 4 സ്പീക്കേഴ്സ്, റിവേഴ്സ് ക്യാമറ, ഫോഗ് ലാംപ്സ്, അങ്ങനെ ഒരു വലിയൊരു നീണ്ട നിരയുള്ള ഒരു പാക്കേജ് ഇവർ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മുൻഭാഗത്തുള്ള കാര്യങ്ങൾ. നേരെ പിൻഭാഗത്തേക്ക് പോവാം. അപ്പോൾ നേരെ പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മളിത് ഫുൾ ഓപ്ഷൻ കാണിച്ചതാണ്, എന്നാലും ഒന്നുകൂടി കാണിച്ചു തരാം. ഡോർ പാഡിൽ ഇവിടെ സ്പീക്കർ കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ബ്ലാക്ക് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ലെഗ് റൂമും ഹെഡ് റൂമിലൊക്കെ നല്ല രീതിയിലുണ്ട്. പിന്നെ സപ്പോർട്ട് ഉണ്ട് കേട്ടോ, നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ റിയർ AC വിൻഡും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഐസോഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ മൗണ്ട്, ഇതൊന്ന് കാണിച്ചു കൊടുക്കും. ഐസോഫിക്സ് ചൈൽഡ് സീറ്റിൻ്റെ മൗണ്ടാണിത്, ഇതിൻ്റെ ഓപ്ഷനും ഇത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ റിവേഴ്സിലെ സീറ്റുകൾ ഇട്ടില്ലെങ്കിൽ വാണിംഗ് അടിക്കുന്നതായിരിക്കും. പിന്നെ പിൻഭാഗത്തെ ഇത് ഡിക്കി സ്പേസ് 262 ലിറ്ററാണ്, ബൂട്ട് സ്പേസും വന്നിട്ടുള്ളത്. ഇത്രയും കാര്യമാണ് പിൻഭാഗത്തുള്ളത്. കുഴപ്പമില്ല, 3 പേർക്ക് നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. ലെഗ് സ്പേസ് ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഈ സീറ്റ് മാക്സിമം പിന്നോട്ടാണുള്ളത്, പക്ഷേ ഇത്രയൊന്നും ഇടുമെന്ന് തോന്നുന്നില്ല. ഇത് നല്ലോണം പിന്നോട്ടാണുള്ളത്, എന്നാൽ കുഴപ്പമില്ല, ചെറിയ കുട്ടിയൊക്കെ ഇരിക്കാൻ പറ്റും. ഇത് നോർമലായിട്ട് എൻ്റെ ഒരു സൈസിന് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ലെഗ് സ്പേസ് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. ഇനി നേരെ മുൻഭാഗത്ത് പോയിട്ട് ഇതിൻ്റെ റേറ്റും നേരത്തെ പറഞ്ഞ ഓഫേഴ്സ്, അതായത് ഒരു പാക്കേജ് അവൈലബിൾ ആയിട്ടുണ്ടെന്ന് അതിൻ്റെ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നേരെ പിൻഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഡിക്കി സ്പേസ് 262 ലിറ്ററാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഈ രീതിയിലാണ് ഡിക്കി വരുന്നത്. പാർസൽ ട്രേ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിലേക്ക് നോക്കുവാണെങ്കിൽ ഇതാ ഈ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പുറത്തുള്ള ഡ്രം വരുന്നത്. അത് ഈ ഒരു പെയിൻറ്റഡ് ഈ ഒരു സിൽവർ കളറിൽ. അപ്പോൾ വീൽ കപ്പ് അവൈലബിൾ ആയിട്ടില്ല. വീൽ കപ്പ് വേണമെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഇടണം. ഇത് 14 ഇഞ്ചാണ് വീൽ വന്നിട്ടുള്ളത്. 165, 80, 14 ടയർസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഓവറോളുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് ഇതിൻ്റെ സ്റ്റോറേജ്, അതായത് നമ്മൾ ജാക്കിയും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് ജാക്കിയും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി ദൂരം നിന്ന് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. ഈ രീതിയിൽ ഇതിൻ്റെ ഡോറും ഇങ്ങനെ ഓക്കെ ഈ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓവറോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി എഞ്ചിന് പറയുകയാണെങ്കിൽ സെയിം എഞ്ചിനാണ്, Z12V എന്നുള്ള Z സീരീസ് ആയിട്ടുള്ള ഏറ്റവും പുതിയ മാരുതിയുടെ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. 80 bhp, 5700 RPM. അതുപോലെ തന്നെ ടോർക്ക് 111 പോയിന്റ് സംതിങ്, ടോർക്ക് 4300 RPM ഇതിൻ്റെ ഒരു ടോർക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസ്, അതായത് ബേസ് ഓപ്ഷൻ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 780 ആണ്. 780 തന്നെ ഓഫേഴ്സ് ഉണ്ട്. ഏകദേശം ഈ ഡിസംബറിലാണെങ്കിൽ ഒരു 50,000ഓളം ഓഫേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഓഫർ പ്രൈസ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയൊരു കിറ്റ് ഇതിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെറ്റ്, 4 സ്പീക്കേഴ്സ്, അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, സീറ്റ് കവർ, സ്റ്റിയറിംഗ് കവർ, റിവേഴ്സ് ക്യാമറ, അതുപോലെ തന്നെ സൈഡ് ബീഡിങ്, ഈ ഡോർ വൈസർ, അങ്ങനെ ഒരു വലിയൊരു പാക്കേജ് വരുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും ചിലപ്പോൾ വിട്ടുപോയിരുന്ന ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ ഇത് നമ്പർ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടി ഇന്ന് തന്നിട്ടുള്ളത് മുട്ടിലുള്ള KVR ആണ്. KVR ഡ്രീം കാർ മാരുതിയുടെ അരീന ഷോറൂമാണ്. അവരാണ് നമുക്ക് ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബുക്കിങ്ങിനും കാര്യങ്ങളെല്ലാം ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഈ ഓഫേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം, അതിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബേസ് ഓപ്ഷൻ സ്വിഫ്റ്റിൻ്റെ കാര്യങ്ങളുള്ളത്. റേറ്റ് നേരത്തെ പറഞ്ഞ പോലെ റേറ്റ് പറയുന്നില്ല എന്നൊരു പരാതി ഞാൻ കഴിഞ്ഞ കമൻറ്റ് കണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് 780 ആണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങൾ.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് ആണ്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം വരാം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.